തീക്കനൽ കൈവെള്ളയിൽ മുറുകെ പിടിക്കുക എന്നത് എത്രമാത്രം പ്രയാസകരമാണ്. ദൃഢമായ നിലപാടും മാന്യതയും സത്യസന്ധതയും പുലർത്തി പോരുക എന്നത് അതിനേക്കാൾ പ്രയാസകരമായ കാര്യമാണ്. തീക്കനൽ കയ്യിൽ മുറുക്കി പിടിക്കേണ്ടതുപോലുള്ള മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നുപോയിട്ടുണ്ടോ? താൽപ്പര്യങ്ങൾ, ബന്ധങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിനാണ് ഇത്തരം അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരിക. സമൂഹവും സാഹചര്യവും നമ്മെ പിന്തുണക്കണമെന്നില്ല. ചേർന്നു നിൽക്കുന്നവരിൽ നിന്ന് പോലും എന്തിനിത്ര പിടിവാശി എന്ന മൃദുല ശകാരം കേൾക്കേണ്ടി വരും. പവിത്രമെന്ന് നമ്മൾ കരുതുന്നവയുടെ സംരക്ഷണങ്ങൾ അത്രമേൽ ഭാരമേറിയതാണ്. പ്രീണനങ്ങളും പ്രലോഭനങ്ങളും അവഗണിക്കേണ്ടതായി വരും. സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇല്ലാതെയാകും. കടന്നു കഴിയുന്ന നിമിഷങ്ങൾ അത്രയും ത്യാഗനിർഭരമായി തീരും. രക്തബന്ധങ്ങളും ആത്മബന്ധങ്ങളും സംരക്ഷിക്കണമെന്ന് ശപഥം ചെയ്തവന് മുമ്പിൽ അത് തകർക്കുന്നവരുടെ ഘോഷയാത്ര പ്രതിബന്ധം സൃഷ്ടിക്കും. വാക്കുകളും വൈകൃത മനോഗതിയും ശൈഥില്യങ്ങളുടെ ആക്കം കൂട്ടും. വിശ്വാസ സംരക്ഷണം അതികഠിനമായ ഒരു സാധനയാണ്. ബന്ധസൗഹൃദങ്ങളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. അപകടരഹിതമായ വിശ്വാസങ്ങൾ ഹനിക്കപ്പെടരുത്. ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയുമരുത്. അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കണം. അടിച്ചേൽപ്പിക്കപ്പെടുന്നത് വിശ്വാസമാകില്ല. ശങ്കകളും സംശയങ്ങളും വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. വിവേകമുള്ളവന് വിശ്വാസം കൂടിയേ തീരൂ. വാഹനമോടിക്കുന്നവനിലുള്ള വിശ്വാസമാണ് വാഹനത്തിലെ യാത്രികർക്ക് സമാധാനം നൽകുന്നത്. വാഹനത്തിൻ്റെ പ്രവർത്തനക്ഷമതയിലുള്ള വിശ്വാസമാണ് ഓടിക്കുന്നവന് ധൈര്യം പകർന്നു നൽകുന്നത്. സഹജീവികളിലുള്ള വിശ്വാസം ജീവിതത്തെ സുഗമമാക്കുന്നു. സുരക്ഷാ സംവിധാനങ്ങളിൽ വിശ്വാസം കുറയുമ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങാൻ നാം സന്നദ്ധരാവാറുണ്ട്. മനസ്സമാധാനമായി ഉറങ്ങുന്നത് പോലും തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ്. നിശ്ചിത ഘട്ടങ്ങളിലായി നമുക്ക് വേണ്ട സർവമാന സുരക്ഷിതത്വവും ഒരുക്കുന്നവനിൽ പിന്നെന്തിന് വിശ്വസിക്കാതിരിക്കണം? ലഭ്യമായ അടയാളങ്ങൾ ഉപയോഗപ്പെടുത്തി അവനെ തേടി കണ്ടെത്താൻ നാം ശ്രമിക്കണം. അവ്വലുമാ യജിബു അലൽ അബ്ദി മഅരിഫത്തുല്ലാഹി തആല. ആത്യന്തികമായി മനുഷ്യന് അനിവാര്യമായ കാര്യം അള്ളാഹുവിനെ അറിയലാണ്. അവനെ കണ്ടെത്തിയാൽ പിന്നെ നമ്മളൊന്നുമല്ലെന്ന തിരിച്ചറിവുണ്ടാകും. ഒന്നുമല്ലെന്ന തിരിച്ചറിവ് എന്തെങ്കിലും ആയിത്തീരാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. സഹജീവികൾക്കെല്ലാം നാം ഉപകാരമായി തീരും. നമ്മുടെ നഷ്ടം സമൂഹത്തിൻ്റെ നഷ്ടമാകും. സുദൃഢ വിശ്വാസത്തിലെത്താൻ, വിളക്കാകാൻ, പ്രഭ ചൊരിയാൻ നമുക്ക് സാധിക്കട്ടെ എന്നാശിക്കുന്നു.